ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറാനുള്ള കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ബ്രഹ്മോസ് മിസൈലാണ്. പക്ഷേ ഇത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഈ ബ്രഹ്മോസിൻ്റെ പവർ എന്താണെന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്നാണ് യോഗി പറയുന്നത്. അതിൽ കൃത്യതയുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി വിടുവായത്തരം പറയില്ല, യോഗി ആദിത്യനാഥ് പ്രത്യേകിച്ചും. അദ്ദേഹം ഒരിക്കലും ലൂസ് ടോക്ക് നടത്തുന്ന ആളല്ല. കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. കാരണം ഇപ്പോൾ ഇതാ ലഖ്നൗവിൽ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു ബ്രഹ്മോസ് ഉൽപ്പാദന യൂണിറ്റ്, അതിൻ്റെ പേര് ലഖ്നൗവിലെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉൽപ്പാദന പരീക്ഷണ കേന്ദ്രം, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടയ്ക്കാണ് യോഗി ആദിത്യനാഥ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ബ്രഹ്മോസ് എന്താണെന്ന് അറിയണമെങ്കിൽ പാകിസ്ഥാനോടൊന്ന് ചോദിക്കൂ, അവർ അത് ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നും മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്നത് പാകിസ്ഥാന് തന്നെയാണ് എന്നാണ് യോഗിയുടെ വാക്കുകൾ. എന്തായാലും ആ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പങ്കെടുത്തിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ യോഗി ആദിത്യനാഥ് വളരെ വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഒന്നും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക് പോയില്ല. അവർ അത് ഏതൊക്കെ തരം ആയുധങ്ങൾ ഉപയോഗിച്ചു, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല. പകരം ആക്രമിച്ചു, അതിൽ പ്രധാനമായിട്ടും ഇന്ന ഇത് പങ്കെടുത്തു. ഇപ്പോൾ നമുക്കറിയാമല്ലോ ബ്രഹ്മോസൊക്കെ എങ്ങനെയാണ് വിക്ഷേപിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ കയ്യിൽ റഫാലുണ്ട്, അതുപോലെ മറ്റ് ഈ പറയുന്നത് പോലെ ഈ മറ്റ് വിമാനങ്ങൾ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്ത ചില മിസൈലുകൾ, അതൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്ന വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. എന്ന് മാത്രമല്ല, കരയിൽ നിന്ന് തൊടുക്കാവുന്ന വിധത്തിലുള്ള മിസൈലുകൾ, അത് ആകാശ് പോലെയുള്ള മിസൈലുകൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അവർ അനുഭവസ്ഥരാണ്. ബ്രഹ്മോസ് എന്ന് പറയുന്ന ആയുധം ഇന്ത്യ ഉപയോഗിച്ചപ്പോൾ തങ്ങൾക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ നേരിട്ടു എന്നുള്ളത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്നത് പാകിസ്ഥാന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളനുസരിച്ച് ഈ റാവൽപിണ്ടിക്കടുത്തുള്ള നൂർഖാൻ എയർബേസ് അത് സമ്പൂർണ്ണമായിട്ടും തകർന്നു. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ചൈനയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ചൈന ഇക്കാര്യത്തിൽ നമുക്കറിയാം പാകിസ്ഥാനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇന്ത്യയെ ഏത് വിധേനയും മെരുക്കിയെടുക്കാനും താറടിച്ച് കാണിക്കാനും ഒക്കെ ചൈന നിരവധി വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ഇന്ത്യ ചൈന ഭായി എന്നൊക്കെ നെഹ്റു പറഞ്ഞ ആ കാലം തൊട്ട് ചൈന നമ്മളെ ശത്രുവായിട്ടാണ് ചൈന കാണുന്നത്. എന്തായാലും ആ ചൈന പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ ആ എയർബേസിലെ റൺവേയിൽ ഒരു വലിയ കുഴിയാണ്. ഒരു 300 മീറ്റർ വ്യാസത്തിൽ ഒരു കുഴി രൂപപ്പെട്ടതായിട്ടാണ് നമുക്ക് അതിൻ്റെ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇത് അതുപോലെ ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ റാവൽപിണ്ടിയിലെ ചക്ലാലിയിലാണ് ഈ നൂർഖാൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടടുത്ത് തന്നെ ഈ ആണവ ആയുധങ്ങൾ വിമാനങ്ങളിൽ ഘടിപ്പിച്ച് അത് ശത്രുവിന് നേരെ ഉപയോഗിക്കാനായിട്ട് ഈ വിമാനത്താവളത്തെയാണ് അവർ ആശ്രയിക്കുക. ആ വിമാനത്താവളത്തെയാണ് വളരെ തന്ത്രപരമായിട്ട് ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ആ എയർബേസ് ശരിക്കും അതൊരു വിമാനത്താവളം എന്നുള്ളതിനേക്കാളും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ അത് വ്യോമത്താവളം എന്നാണ്. ഈ വിമാനത്താവളം എന്ന് പറയുമ്പോൾ അത് സാധാരണ സഞ്ചാരികളെയും കൊണ്ടുപോകുന്ന നമ്മുടെ യാത്രാ വിമാനങ്ങളും അതിൽ ഉൾപ്പെടും. ഇത് വ്യോമത്താവളം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടും സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് വ്യോമത്താവളം. അത് എയർബേസ് എന്ന വാക്കിനെ നമ്മൾ ഒരു പക്ഷേ തർജ്ജമ ചെയ്താൽ വ്യോമത്താവളം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. പത്രങ്ങളൊക്കെ വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം സൈനിക നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വ്യോമത്താവളം എന്ന് തന്നെ പറയണം. അത്തരത്തിലൊന്നാണ് പരിപൂർണമായിട്ടും നശിപ്പിച്ചത്. അപ്പോൾ ഈ യോഗിയുടെ വാക്കുകൾ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല. ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യ തിരഞ്ഞു പിടിച്ചല്ലേ, കൃത്യമായി തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. തീർച്ചയായിട്ടും തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്ന് മാത്രമല്ല, വളരെ തന്ത്രപരമായിട്ട് ഏറ്റവും മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന വെടിക്കോപ്പുകളും ആയുധങ്ങളുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്ന് ബ്രഹ്മോസാണ്.
വളരെ കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ശത്രുവിൻ്റെ മസ്തകത്തെ അടിച്ച് തകർക്കുന്ന തരത്തിലുള്ള ഒരു ആയുധമാണ് ബ്രഹ്മോസ്. കൃത്യമായിട്ട് ഏതാണോ ടാർഗറ്റ്, ആ ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്യുന്ന, ഇനി എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം വകഞ്ഞു മാറ്റി ആ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ആയുധമാണ് ബ്രഹ്മോസ് മിസൈൽ. അത് നമുക്കറിയാം, അതെങ്ങനെയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തതെന്നൊക്കെ അറിയാം. റഷ്യയുടെയും മറ്റുമൊക്കെ സാങ്കേതിക വിദ്യ വലിയ തോതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി ഈ ബ്രഹ്മോസിൻ്റെ തന്നെ വിവിധ വെർഷനുകളുണ്ട്, വിവിധ തലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രഹ്മോസുകളുണ്ട്. അത് ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറഞ്ഞാണ് അത് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ അത് നമ്മൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. നമ്മളിപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മോസിൻ്റെ ഏറ്റവും ആദ്യകാല വികസിത രൂപങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും പുതിയ രൂപങ്ങൾ, ഏറ്റവും പുതിയ മാറ്റങ്ങൾ വരുത്തിയ ഏറ്റവും പുതിയ വെർഷൻ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ പാകിസ്ഥാൻ തന്നെ ആ രാജ്യം സമ്പൂർണ്ണമായിട്ടും തവിട് പൊടിയായി പോകുന്ന അത്തരത്തിൽ ആണവായുധങ്ങൾ പോലും, ആണവ പോർമുനകൾ പോലും വഹിക്കാൻ പറ്റുന്ന മിസൈലുകളാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നത്. അതൊന്നും നമ്മളെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഈ പറയുന്നത് പോലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സാധനം ഉപയോഗിച്ചപ്പോൾ തന്നെ ഒരു വ്യോമത്താവളം തകർന്നു പോവുകയും അവിടുത്തെ റൺവേയിൽ 300 മീറ്റർ വ്യാസത്തിൽ ഒരു വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു എന്ന് നാം പറയുന്നതല്ല. ചൈന പോലെയുള്ള ഒരു രാജ്യം അവരുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പറയുകയാണ്. ഒരു ചൈനീസ് കമ്പനി അവരുടെ സാറ്റലൈറ്റ് എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, യോഗി ആദിത്യനാഥ് പറഞ്ഞത് വിശ്വസിക്കാം. അദ്ദേഹം വെറുതെ ഈ വിടുവായത്തനം പറയുന്ന ആളല്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ആരാണ് നമ്മുടെ ശത്രുവെന്നും ആ ശത്രുവിന് നേരെ ഏത് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കൃത്യമായ ധാരണയുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ്. നരേന്ദ്രമോദിയെ പോലെ തന്നെ മികച്ച നയതന്ത്രജ്ഞനും കൂടെയാണ് അദ്ദേഹം. നമുക്കറിയാം യു.പിയിൽ വലിയ തോതിൽ വിദേശ നിക്ഷേപം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കമ്പനികളുടെയും നിക്ഷേപം യു.പിയിലേക്ക് വരുന്നു. ബോളിവുഡിന് അപ്പുറത്തേക്ക് വലിയ ഒരു സിനിമാ വ്യവസായം പതുക്കെ ഉത്തർപ്രദേശിലേക്ക് പറിച്ച് നടപ്പെടുന്ന ഒരു കാഴ്ചയാണ്, പറിച്ച് നടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ യു.പിയെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചും യു.പിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. ഒരിക്കലും അദ്ദേഹം വിടുവായത്തനം പറയില്ല എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഈ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ചെറിയ സംഭവങ്ങളൊന്നുമല്ല നടന്നിരിക്കുന്നത്. 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇന്ത്യ തുടങ്ങി വെച്ച ആ പദ്ധതി, അത് പാകിസ്ഥാൻ വിചാരിച്ചത് നമുക്കിതിപ്പോൾ അങ്ങ് ഞങ്ങളൊന്ന് തിരിച്ചടിക്കുമ്പം ലോകരാഷ്ട്രങ്ങൾ പലതും ഞങ്ങളുടെ പുറകെ വരും, ഞങ്ങളുമായിട്ട് ഇന്ത്യയുമായിട്ട് സന്ധി ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കും എന്നൊക്കെയാണ് അവർ ധരിച്ചിരുന്നത്. അവർ ഈ ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. 400-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ചു, ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചു. അതുപോലെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ F-16 എന്ന് അമേരിക്ക കൊടുത്തിരിക്കുന്നത്, അതുപോലെ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ അവർ ഉപയോഗിച്ചു. എല്ലാറ്റിനെയും ഒന്നൊഴിയാതെ ഒരെണ്ണം പോലും വിട്ടില്ല. എല്ലാറ്റിനെയും ഇന്ത്യ തച്ചു തകർക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അപ്പോൾ അത്തരത്തിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ അടുത്ത കാലത്തെങ്ങും ഒരു 4-5 വർഷമെങ്കിലും പാകിസ്ഥാൻ ഇതിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സമയമെടുക്കും. 4-5 വർഷമെങ്കിലും സമയമെടുക്കും എന്നാണ് പൊതുവെ ഈ യുദ്ധരംഗത്തെ വിശാരദന്മാർ, യുദ്ധ നിരീക്ഷകന്മാർ, അല്ലെങ്കിൽ ആ രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത്. പാകിസ്ഥാനിൽ ഒരു പുനർനിർമ്മാണം വലിയ തോതിൽ ആവശ്യമാണ്. അതിന് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് നമ്മൾ ജനതയെ ആക്രമിച്ചില്ല, അവരുടെ പ്രധാന സ്ഥാപനങ്ങളെ ആക്രമിച്ചില്ല. പകരം നമ്മൾ ചെയ്തത് ഭീകര പരിശീലന കേന്ദ്രങ്ങളും സേനാ താവളങ്ങളും വ്യോമത്താവളങ്ങളുമാണ് ആക്രമിച്ചത്. അവിടെ വലിയ കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചത്. അവർക്ക് സൈനികമായി ഒട്ടും തന്നെ മുന്നേറാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാനായി, നമ്മുടെ സൈന്യത്തിന് സൃഷ്ടിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചത് സമ്പൂർണ്ണമായ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ്. അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്, അതിനുവേണ്ടി ഇന്ത്യയോട് യാചിച്ചത്. എന്തായാലും യോഗി ആദിത്യനാഥിനെ പോലൊരു മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഉപയോഗിച്ചു എന്നതിൻ്റെ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാം. അതിനകത്ത് മറ്റൊരു കച്ചവട തന്ത്രം കൂടിയുണ്ട്. കാരണം ബ്രഹ്മോസിൻ്റെ പുതിയ യൂണിറ്റ് ഇപ്പോൾ ലക്നൌവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ 1 വർഷം
ഏതാണ്ട് 90 മിസൈലുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എല്ലാം കോടികളാണ് ഇതിന് വില. മറ്റു രാജ്യങ്ങൾ ഇത് കോടികൾ മുടക്കി സ്വന്തമാക്കും. അതോടുകൂടി ഇന്ത്യയുടെ എക്കോണമി മാത്രമല്ല UPയുടെ എക്കോണമിയും വലിയ തോതിൽ കുതിച്ചു കയറും. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.